സൗദി അറേബ്യയുടെ MBS ട്രംപിനെ കൈവിട്ടു തുടങ്ങിയെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. MBS അമേരിക്കയുമായുള്ള അടുപ്പം കുറയ്ക്കാൻ ഒരുങ്ങുകയാണെന്നും അതുകൊണ്ട് തന്നെ ഏതാണ്ട് 2300ഓളം വരുന്ന US സൈനികരടങ്ങുന്ന ബേസും അതോടൊപ്പം തന്നെ മറ്റ് ഡിഫൻസ് സിസ്റ്റവുമെല്ലാം സൗദി അറേബ്യയിൽ നിന്ന് ട്രംപ് പിൻവലിക്കാനും ഒരുങ്ങുകയാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ ഇറാൻ ആക്രമണത്തിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളുടെ തുടർച്ചയെന്നോണമാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. ഇത്തരം തീരുമാനമെടുക്കുന്നതിന് 3 കാരണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, MBSനെ ആദ്യകാലങ്ങളിലൊക്കെ വളരെ മിടുക്കനായ ആളെന്നും വലിയ ലോകോത്തര നേതാവെന്നും ലോകത്തിൻ്റെ പ്രതീക്ഷയെന്നുമൊക്കെ ട്രംപ് വിശേഷിപ്പിച്ചിരുന്നുവെങ്കിലും ഇറാനെ ആക്രമിക്കാൻ സ്വതന്ത്രമായി എയർബേസ് നൽകാൻ സൗദി അറേബ്യ യുദ്ധകാലഘട്ടത്തിൽ തയ്യാറായില്ല. അതിനുശേഷമാണ് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ അദ്ദേഹം പങ്കുവച്ചത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തനിക്കിഷ്ടമല്ലാത്തവരെ ഏത് നിലവാരത്തിലും പോയി കളിയാക്കുന്നതിനും പരിഹസിക്കുന്നതിനും യാതൊരു മടിയുമില്ല. ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെയാണ് MBSനെ കുറിച്ചും പണ്ടൊരു കമൻറ്റ് പറഞ്ഞത്. ആത്മാഭിമാനമുള്ളവർക്ക് അത്തരം കമൻറ്റുകൾ അന്താരാഷ്ട്ര തലത്തിലുണ്ടാക്കുന്ന പ്രതിച്ഛായ ഇടിവ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയോട് അകലം പാലിക്കാനാണ് MBSൻ്റെ തീരുമാനമെന്നാണ് പറയുന്നത്. അങ്ങനെ തുടർന്നാൽ അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അമേരിക്കയും നീങ്ങും എന്ന് വിലയിരുത്തപ്പെടുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടായപ്പോൾ അത് ഗണ്യമായി സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. നിരവധി ദിവസങ്ങളോളം എയർബേസ് അടയ്ക്കേണ്ടി വന്നത് ഇൻവെസ്റ്റർമാരിലുള്ള ആത്മവിശ്വാസം കുറയ്ക്കുകയും MBS വിചാരിച്ചതുപോലെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിച്ച് സൗദി അറേബ്യയെ മിഷൻ 2030 എത്തിക്കാനുള്ള പദ്ധതികളൊക്കെ യഥാർത്ഥത്തിൽ ഈ ആക്രമണം തകിടം മറിച്ചു. ആ സാമ്പത്തിക നഷ്ടങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇവരെ ഇനിയും സഹിച്ചുകൊണ്ടു പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാകുമെന്ന വിമർശനം കൂടി പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കോ റൂബിയോ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ സൗദി അറേബ്യയിലേക്ക് കയറാൻ തയ്യാറായില്ല. സൗദി അറേബ്യയെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. പിന്നീട് ഒരു മുഖം രക്ഷിക്കൽ എന്നുള്ള നിലയിൽ ബഹ്റൈനിൽ പോയാണ് സൗദി അറേബ്യയ്ക്ക് കൂടിക്കാഴ്ച നടത്തേണ്ടി വന്നത്. ഇതെല്ലാം ഇരുവർക്കുമിടയിൽ രൂപം കൊള്ളുന്ന അസ്വാരസ്യങ്ങളുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ പശ്ചിമേഷ്യയിലെ ഇറാൻ അധിനിവേശം താൽക്കാലികമായ കരാറുകൊണ്ട് അവസാനിപ്പിക്കുന്നെങ്കിലും ഇനിയും പല രൂപത്തിലും ഭാവത്തിലും ആക്രമണങ്ങൾ തുടരാനാണ് സാധ്യതയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോഴും നേരത്തെ എയർബേസ് ആവശ്യപ്പെട്ടതുപോലെയുള്ള സമാനമായ ആവശ്യങ്ങൾ സൗദി അറേബ്യയ്ക്ക് മേലുണ്ടാകുമെന്നും അതുകൊണ്ട് ഒരു മിനിമം അകലം പാലിച്ച് ഒമാനെപ്പോലെ തുടരുന്നതാണ് നല്ലതെന്ന ചിന്തയും MBSൻ്റെ മനസ്സിലുണ്ടത്രേ. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് സൗദി അറേബ്യ അമേരിക്കയിൽ നിന്നും അകലുകയാണെന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ എല്ലാ മാധ്യമങ്ങളും പങ്കുവെക്കുന്നത്.